നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ബെഡിൽ ഉറങ്ങുകയായിരുന്ന അലക്സ് കണ്ണു തുറക്കാതെ തന്നെ ആൻസർ ബട്ടൺ അമർത്തി ചെവിയിലേക്ക് വെച്ചു. ഹലോ ഇച്ചായ. മറുഭാഗത്തു നിന്നും ഒരു പെൺസ്വരം കേട്ടതും അവൻ കണ്ണുകൾ തുറന്ന് ഡിസ്പ്ലേയിലെ പേരിലേക്ക് നോക്കി. അനന്യ എന്ന പേര് കണ്ടതും അവൻ കൈകൊണ്ട് തലയിലടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഇച്ചായ കേൾക്കുന്നില്ലേ? അലക്സിന്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് അവൾ ചോദിച്ചു. ആ അമ്മു പറ. എവിടെയാ ഇച്ചായ? എത്ര ദിവസമായി എന്നെ ഒന്ന് വിളിച്ചിട്ട്? 2 ദിവസം വീട്ടിൽ പോയിച്ച് വരാമെന്ന് പറഞ്ഞ ആളാ. ഇതിപ്പോൾ ഒരാഴ്ചയായി. ഇതിനിടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ട് കൂടെയില്ല. ഞാൻ വിളിച്ചാലോട്ട് എടുക്കുകയില്ലല്ലോ, അവൾ പരിഭവത്തോടെ പറഞ്ഞു. ഞാൻ അല്പം തിരക്കിലായിരുന്നു അമ്മു, അതാ വിളിക്കാൻ പറ്റാഞ്ഞത്. വാക്കുകളിൽ മയം പുരട്ടി സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അനിഷ്ടം മുഖത്ത് തെളിയുന്നുണ്ടായിരുന്നു. എന്നാ ഇനി തിരിച്ച്? പെട്ടെന്ന് വരില്ലേ? ഒരു നിശബ്ദതയ്ക്ക് ശേഷം അവൾ ചോദിച്ചു. കുറച്ച് ദിവസം കഴിയും, ഞാൻ പിന്നെ വിളിക്കാം, അല്പം തിരക്കില്ല. അവളെ തിരിച്ചൊന്നും പറയാൻ സമ്മതിക്കാതെ അലക്സ് ഫോൺ കട്ട് ചെയ്തു. ഒരു പുച്ഛത്തോടെ ബെഡിലേക്കിട്ടു. ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. ഇന്നലെ കുടിച്ച് കാലിയാക്കിയ മദ്യക്കുപ്പിയുടെയും സോഡയുടെ ബോട്ടിലുകളുമെല്ലാം നിലത്ത് അങ്ങിങ്ങായി ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അത് കാലുകൊണ്ട് തട്ടിമാറ്റി പോക്കറ്റിൽ നിന്നും സിഗരറ്റും ലൈറ്ററും എടുത്ത് കത്തിച്ച് ബാൽക്കണിയിലേക്ക് ചെന്നു. ഇത് അലക്സ് ജോഷ്വ പ്ലാമൂട്ടിൽ, ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായൻ. പ്ലാമൂട്ടിൽ ജോഷ്വ ജോർജിൻ്റെയും ആനിയുടെയും ഏക സന്താനം. അലക്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പൻ്റെ കുലം മുടിക്കാനായി ഉണ്ടായ സന്തതി. അലക്സിന് 6 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ മമ്മ ആകസ്മികമായി മരണപ്പെടുന്നത്. ജീവിതം ഭദ്രമാക്കാനുള്ള ഓട്ടത്തിനിടെ കുഞ്ഞലക്സ് ഒറ്റയ്ക്കാണെന്ന കാര്യം ജോർജ് പാടെ മറന്നിരുന്നു. അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു 5-6 തലമുറയ്ക്കുള്ള സ്വത്ത് ഉണ്ടാക്കിയപ്പോഴേക്കും അലക്സ് പിടിവിട്ടുപോയിരുന്നു. വലിയും കുടിയുമായി നടക്കുന്ന അലക്സിന് പക്ക ഫ്രോഡ് കൂട്ടുകെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീയുടെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ വളർന്നതിനാലാവാം എല്ലാ പെണ്ണും അവന് വെറുമൊരു ശരീരം മാത്രമായിരുന്നു. അലക്സിൻ്റെ ഈ കുത്തഴിഞ്ഞ ജീവിതം കാരണം പൊറുതിമുട്ടിയ ജോർജ് അവനെ എറണാകുളത്തെ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു. അവിടെ പ്രൊഫസറായി ജോർജിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഐസക് ഉണ്ടായിരുന്നു. അലക്സിന് പേടിയും ബഹുമാനവും കുറച്ചെങ്കിലും ഉള്ളത് ഐസക്കിന് മാത്രമായിരുന്നു. അലക്സിന് വേണ്ടി എറണാകുളത്തൊരു ഫ്ലാറ്റ് ജോർജ് വാങ്ങിയിരുന്നു. അവിടെയാണ് അലക്സ് താമസിക്കുന്നത്. ഇപ്പോൾ അവൻ എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയാണ്. ഐസക്കിനെ പേടിച്ച് അലക്സ് പുറമേ കുഴപ്പങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും അവരറിയാതെ തൻ്റെ ശീലങ്ങളെല്ലാം തുടർന്നു പോന്നിരുന്നു. അങ്ങനെയിരിക്കെയാണ് 1-ാം വർഷ എഞ്ചിനീയറിംഗിലെ ഒരു പെൺകുട്ടിയെ അലക്സിൻ്റെ കണ്ണിലുടക്കിയത്. പൊതുവെ അലക്സ് കോളേജിലെ പെൺകുട്ടികളോട് മോശമായി പെരുമാറുമെങ്കിലും ഈ പെൺകുട്ടി അവനെ ഒരുപാട് മോഹിപ്പിച്ചു. അനന്യ എന്നായിരുന്നു അവളുടെ പേര്. ഒരു പാവം തൃശ്ശൂർക്കാരി കുട്ടി. അവളുടെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അവൻ അറിയില്ലായിരുന്നു. എങ്കിലും അതൊന്നും അറിയാൻ താല്പര്യപ്പെട്ടില്ല എന്നതാണ് സത്യം. കാരണം അവളുടെ ശരീരത്തോട് തോന്നിയ ആകർഷണം മാത്രമായിരുന്നു അവന്. അങ്ങനെ അവൻ അവളെ പ്രണയിച്ച് തൻ്റെ ആഗ്രഹം നിറവേറ്റാനായി തീരുമാനിച്ചു. പെട്ടെന്നൊന്നും വഴങ്ങിത്തരില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് എത്ര പിന്നാലെ നടക്കാനും അലക്സ് ഒരുക്കമായിരുന്നു. എന്നാൽ അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അനന്യ അവനോട് വന്ന് ഇഷ്ടം പറയുന്നത്. 1 മാസത്തോളം അനന്യയെ പ്രേമിക്കുന്നതായി അലക്സ് അഭിനയിച്ചു. അലക്സിൻ്റെ പിറന്നാളിൻ്റെ അന്ന് അനന്യയ്ക്കും അവനും മാത്രമായി അവൻ്റെ ഫ്ലാറ്റിൽ വെച്ചൊരുക്കിയ പാർട്ടിയിൽ അനന്യയെ അവൻ അനുഭവിച്ചു. സാധാരണ ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാറായിരുന്നു അലക്സിൻ്റെ പതിവ്. എന്നാൽ അനന്യയുടെ കാര്യത്തിൽ അത് നേരെ മറിച്ചു. പിന്നീട് എപ്പോഴും അവന് അനന്യയോടുള്ള തൻ്റെ ഫീലിങ്സ് മാറി വരുന്നതായി തോന്നി. അത് വെറുമൊരു തോന്നൽ മാത്രമാക്കി അനന്യയെ അലക്സ് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. 1-2 പഫ് എടുത്തപ്പോഴേക്കും ഫ്ലാറ്റിലെ കോളിംഗ് ബെൽ മുഴങ്ങി. അലക്സ് സിഗരറ്റ് ആശ്രയിൽ കുത്തിക്കെടുത്തി ഡോറ് തുറക്കാനായി പോയി. ഡോറ് തുറന്നതും അനന്യയെ കണ്ട് അലക്സ് ഒന്ന് പതറി. എന്താ ഇച്ചായ, എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അനന്യ ചോദിച്ചതിന് മറുപടി കൊടുക്കാതെ അലക്സ് തിരിഞ്ഞു നടന്നു. അവൾ ഉള്ളിലേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്തു. ഇച്ചായ, ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല. നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അലക്സ് മറുചോദ്യം ഉന്നയിച്ചു. ഞാൻ ആദ്യമായിട്ടല്ലല്ലോ ഇച്ചായ ഇങ്ങോട്ട് വരുന്നത്. ഇച്ചായൻ തന്നെ പലപ്പോഴും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ? അനന്യയുടെ ചോദ്യം കേട്ട് പിന്തിരിഞ്ഞു പോകാൻ നിന്ന അലക്സിൻ്റെ കൈ അവൾ പിടിച്ചു വെച്ചു. എന്താ ചായ പ്രശ്നം? എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് അനന്യ. ആരാ നിൻ്റെ ചായൻ? ഇനി മേലാൽ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. അലക്സ്, അതാണ് എൻ്റെ പേര്. പിന്നെ നിനക്ക് എന്തൊക്കെ അറിയേണ്ടത്? ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യുകയാണോ എന്നോ? അതെ, മനഃപൂർവ്വം നിന്നെ അവോയ്ഡ് ചെയ്യുന്നതാ. നീ എന്താ കരുതിയത് ഈ അലക്സിന് നിന്നോട് മുഴുത്ത പ്രേമമാണെന്നോ? അതെ, പ്രേമമാണ്. പക്ഷെ അതൊരിക്കലും നിന്നോടായിരുന്നില്ല. നിൻ്റെ ഈ ശരീരത്തോട്. അത് വേണ്ടുവോളം ഞാൻ അനുഭവിച്ച് മടുത്തിട്ട് തന്നെയാണ് നിന്നെ ഒഴിവാക്കാൻ നോക്കുന്നത്. അലക്സിൻ്റെ ഓരോ വാക്കുകളും അനന്യയുടെ ഹൃദയത്തെ കീറി മുറിക്കാൻ കെൽപ്പുള്ളവയായിരുന്നു. അവളൊരു താങ്ങിന് വേണ്ടി ഹാളിലെ ടേബിളിൽ പിടിച്ചു നിന്നു. ഇച്ചായ,
ഇച്ചായൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ? പറ ഇച്ചായ, എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് പറ. അനന്യ അലക്സിൻ്റെ ബനിയനിൽ കുത്തിപ്പിടിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണെല്ലാം. ഇനി എനിക്ക് നിന്നെ ആവശ്യമില്ല. നിനക്ക് പോകാം. പ്ലീസ് ഇച്ചായ, ഞാൻ കാലു പിടിക്കാം. എന്നെ ഇഷ്ടമല്ല എന്ന് മാത്രം പറയല്ലേ. അനന്യ അലക്സിൻ്റെ കാൽക്കലിരുന്ന് കരഞ്ഞു പറഞ്ഞു. ഛേ, മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കാൻ എനിക്കറിയാം. അലക്സ് അവൻ്റെ കാൽ ശക്തിയിൽ കുടഞ്ഞതും അനന്യ തെറിച്ചു വീണു. അവളുടെ നേരെ കൈ ചൂണ്ടി അലക്സ് പറഞ്ഞു. അലക്സ് പറഞ്ഞതൊന്നും സഹിക്കാൻ കഴിയാതെ അനന്യ മുഖം പൊത്തി കരഞ്ഞു. കുറച്ച് സമയത്തിനു ശേഷം അനന്യ പതിയെ മുഖമുയർത്തി അലക്സിനെ നോക്കി. അവളുടെ കലങ്ങിയ കണ്ണുകളും കരഞ്ഞു ചുവന്ന മുഖവും കണ്ട് അലക്സിന് നെഞ്ചിലെവിടെയോ ഒരു വേദന തോന്നിയെങ്കിലും അവൻ അതിനെ സമർത്ഥമായി മറച്ചു. അനന്യ എഴുന്നേറ്റ് മുഖം അമർത്തി തുടച്ച് അലക്സിന് നേരെ നടന്നു. ഞാൻ പോയിക്കോളാം. ഇനി ഒരിക്കലും ഒരു ശല്യമായി ഇച്ചായന് മുന്നിൽ ഞാൻ വരില്ല. പക്ഷേ ഇച്ചായൻ വരും എന്നെ തേടി എന്നെങ്കിലും. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് സത്യമായിരുന്നു. അലക്സിൻ്റെ മുഖം കൈകളിലെടുത്ത് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. അവളുടെ ചുണ്ടിൻ്റെ ചൂട് തൻ്റെ ദേഹത്താകമാനം ഒരു വിറയലുണ്ടാക്കുന്നതായി അലക്സിന് തോന്നി. അവൻ ആ ചൂടിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് തന്നെ മറന്നു നിന്നു. കാത്തിരിക്കും ഞാൻ. അവൻ്റെ ചെവിയോരം ചേർന്ന് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അനന്യ പതിയെ നടന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. അനന്യ പോയതിൽ പിന്നെ അലക്സ് അവളെ ഒരിക്കൽ പോലും ഓർക്കാൻ ശ്രമിച്ചില്ല. അലക്സിൻ്റെ കൂടെയുള്ള കുറച്ച് ഫ്രോഡ് ടീംസ് എല്ലാവരും കൂടി ക്രിസ്മസിനൊരു 10 ദിവസത്തെ ഗോവ ട്രിപ്പിനായി പ്ലാൻ ചെയ്തു. അവരുടെ കൂടെ എന്തിനും തയ്യാറായി നടക്കുന്ന പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അവർ ഗോവയിലെത്തി. അനന്യ ഉണ്ടായിരുന്നതിന് ശേഷം മറ്റൊരു പെണ്ണിന് നേരെ അലക്സ് പോയിട്ടില്ലായിരുന്നു. അത് ഇന്നത്തോടെ മാറ്റണമെന്ന് അവൻ കരുതി. അവരുടെ കൂട്ടത്തിലെ ഒരു പെണ്ണിനെ അവൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി. അവളെ കരവലയത്തിനുള്ളിലാക്കി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ ശരീരത്തിലെ വില കൂടിയ പെർഫ്യൂമിൻ്റെ ഗന്ധത്തിന് പകരം മറ്റെന്തോ സുഗന്ധം തന്നെ വന്ന് പൊതിയുന്നത് പോലെ അലക്സിന് തോന്നി. അവൻ കണ്ണുകളടച്ച് ആ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചു. തനിക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന അനന്യയുടെ മുഖം മിഴിവോടെ ദൃശ്യമാകുന്നത് അലക്സ് അറിഞ്ഞു. അവളുടെ ദേഹത്തു നിന്നും വമിക്കുന്ന ചന്ദനത്തിൻ്റെ സുഗന്ധമാണെന്ന് അലക്സ് മനസ്സിലാക്കി. അവനൊരു പിടപ്പോടെ കൂടെ ഉണ്ടായിരുന്നവളെ ശരീരത്തിൽ നിന്നും അകറ്റി നിർത്തി. വശ്യമായ പുഞ്ചിരിയോടെ തന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആ യുവതിയെ കാണി കലങ്ങിയ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളുമായി തന്നെ നോക്കി നിൽക്കുന്ന അനന്യയുടെ മുഖം അവന് ഓർമ്മ വന്നു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവളെ പിടിച്ച് വേളിയിലാക്കി അലക്സ് റൂമിൻ്റെ വാതിലടച്ചു. അനന്യയുടെ ഓർമ്മകളെ കടത്തി വിടാതിരിക്കാനെന്നോണം അലക്സ് കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നാൽ 10 മടങ്ങ് ശക്തിയിൽ അനന്യയുടെ ഓർമ്മകൾ അലക്സിൽ നിറഞ്ഞു വന്നു. അവൻ വെപ്രാളത്തോടെ ടേബിളിന്മേൽ വെച്ചിരുന്ന മദ്യത്തിൻ്റെ ബോട്ടിൽ തുറന്ന് വായിലേക്ക് കമഴ്ത്തി. ബോധം നശിക്കുവോളം അലക്സ് കുടിച്ചു. എന്നാൽ അവന് പാടെ തെറ്റിപ്പോയിരുന്നു. എത്ര വീര്യം കൂടിയ മദ്യത്തിന് നശിപ്പിക്കാൻ കഴിയാത്തത്ര ആഴത്തിൽ അനന്യ എന്ന ലഹരി അവൻ്റെ സിരകളിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ അലക്സ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു. വന്ന ദിവസം തന്നെ അവൻ കോളേജിലേക്ക് ചെന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം. ക്രിസ്മസ് ആയതിനാൽ കോളേജും ഹോസ്റ്റലും അടച്ചിട്ടിരുന്നു. അലക്സിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അനന്യയെ ഒരു നോക്ക് കാണാനും അവളുടെ സ്വരം കേൾക്കാനും അവൻ അത്രയും ആഗ്രഹിച്ചിരുന്നു. താൻ അവളെ ഇത്രയും അധികം പ്രണയിച്ചിരുന്നു എന്നത് അലക്സിന് ആശ്ചര്യമായിരുന്നു. ചില പ്രണയങ്ങൾ അങ്ങനെയാണല്ലോ. കൂടെ ഉണ്ടാകുമ്പോഴായിരിക്കില്ല, നഷ്ടപ്പെടുന്നു എന്ന തോന്നലിലായിരിക്കും. അവരെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുക. അലക്സും മനസ്സിലാക്കുകയായിരുന്നു അനന്യയില്ലാതെ താൻ പൂർണ്ണനാവില്ലെന്ന്. മനസ്സ് കൈവിട്ടു പോകുക എന്ന തോന്നലിൽ അവൻ അപ്പൻ്റെ അടുത്തേക്ക് പോവാൻ തീരുമാനിച്ചു. അലക്സ് പ്ലാമൂട്ടിൽ തറവാട്ടിലെത്തിയപ്പോൾ ജോർജും ഐസക്കും സംസാരിച്ചിരിക്കുന്നത് കണ്ടു. അലക്സ് തൻ്റെ ബാഗ് നിലത്തിട്ട് ജോർജിൻ്റെയും ഐസക്കിൻ്റെയും കാൽക്കൽ മുട്ടുകുത്തിയിരുന്ന് കുട്ടികളെപ്പോലെ കരഞ്ഞു. അലക്സിൻ്റെ പ്രവൃത്തിയിൽ 2 പേരുമൊന്ന് പകച്ചെങ്കിലും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അലക്സ് 2 പേരോടുമായി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പാ, എനിക്ക് പറ്റുന്നില്ല അവളില്ലാതെ. അമ്മു, അവളെ എനിക്ക് വേണം അപ്പാ. പപ്പേ, പ്ലീസ്, എനിക്കെൻ്റെ അമ്മൂനെ വേണം. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പറഞ്ഞു കരയുന്ന അലക്സിനെ കണ്ട് ജോർജ് ഐസക്കിന് നേരെ കണ്ണുകൾ കാണിച്ചു. ഐസക് അകത്തേക്ക് പോയി. വന്നപ്പോൾ കയ്യിൽ ഒരു എൻവലാപ്പ് ഉണ്ടായിരുന്നു. ഐസക് അലക്സിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അത് അവന് നേരെ നീട്ടി. നിന്റെ അമ്മു തന്നതാ, നിനക്ക് തരാൻ. അലക്സ് ഐസക്കിനെ നോക്കി ഒന്നും മനസ്സിലാവാത്ത പോലെ നിന്നു. എൻ്റെ കൊച്ചനെ, നീ ഈ കരച്ചിലൊക്കെ മാറ്റി നെഞ്ചു മിരിച്ച് അവളുടെ വീട്ടിൽ പോയി അവളെ വിളിച്ചുകൊണ്ട് വാടാ. ഐസക് അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. അലക്സ് ജോർജിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ പോയി വിളിച്ചുകൊണ്ട് വാടാ എൻ്റെ മരുമോളെ. അലക്സ് സന്തോഷത്തോടെ 2 പേരെയും ചേർത്ത് പിടിച്ചു. ഇന്നിനി എന്തായാലും പോവണ്ട, സമയം ഒരുപാടായി. നാളെ
അമ്മച്ചിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. അലക്സ് പാതി സമ്മതത്തോടെ തൻ്റെ മുറിയിൽ കയറി. കയ്യിലെ ആ എൻവലപ്പ് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിലൊരു കത്തായിരുന്നു. അവനത് തുറന്നു വായിച്ചു. എൻ്റെ ഇച്ചായന്. അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വായിലതേ വരൂ. എന്തിനാ ഇച്ചായ എന്നെ വേണ്ടെന്ന് പറഞ്ഞേ? എന്നിൽ എന്ത് കുറവാ ഇച്ചായം കണ്ടത്? ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ ഞാൻ? എൻ്റെ ജീവനേക്കാൾ ഒരു പെണ്ണിന് സ്വന്തമായ എല്ലാം ഞാൻ തന്നിട്ടില്ലേ? എനിക്കറിയാം, ഇച്ചായൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണല്ല ഞാനിന്ന്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. ഞാൻ കോളേജിൽ അഡ്മിഷന് വന്നപ്പോഴായിരുന്നു ഇച്ചായനെ ആദ്യമായി കണ്ടത്. അന്ന് ആ മഴയത്ത് നനഞ്ഞു കുളിച്ച് എൻ്റെ അരികിലൂടെ പോയ ആ പൂച്ചക്കണ്ണുകളിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച നോവ് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ ഇപ്പോഴും ഇച്ചായൻ പോലും അറിയാതെ ഞാൻ ഈ നസ്രാണിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കണ്ടപ്പോഴേക്കും ഒരാളെ എങ്ങനെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, അലക്സ് ആ പേരിനോട് പോലും വല്ലാത്തൊരിഷ്ടമായിരുന്നു. ഒരിക്കൽ ഇച്ചായൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ഐസക് സാറിൻ്റെ മുന്നിലാണ് ചെന്ന് പെട്ടത്. ഇച്ചായൻ്റെ പപ്പയുടെ അടുത്ത് ഒരുപാട് തവണ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് ഈ നസ്രാണി ചെറുക്കനെയെന്ന്. അന്ന് പപ്പ എന്നെ വിളിച്ചുകൊണ്ടുപോയി ഇച്ചായൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അന്ന് ഞാൻ രാത്രി എന്തുമാത്രം കരഞ്ഞിരുന്നുവെന്നോ അറിയോ ഇച്ചായന്? എന്നിട്ടും വെറുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്ന് ഞാൻ ഇച്ചായൻ്റെ അമ്മച്ചിക്ക് കൊടുത്ത വാക്ക, അലക്സിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പെണ്ണ്. അത് ഈ അനന്യ മാത്രമായിരിക്കും. ഇച്ചായന് ആദ്യമായി ഞാൻ എന്നെ നൽകിയത് ഓർമ്മയുണ്ടോ? തടയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിലും മേലെയായിരുന്നു ഇച്ചായനോടുള്ള എൻ്റെ പ്രണയം. പക്ഷേ ഞാൻ തോറ്റുപോയി. എൻ്റെ പ്രണയവും അന്നെൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ശരീരത്തെ മാത്രമാ സ്നേഹിച്ചതെന്ന് പറഞ്ഞ നിമിഷം ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയുമോ? എങ്കിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഇച്ചായൻ എന്നെ മനസ്സിലാക്കുമെന്ന്. ഈ എഴുത്ത് ഇച്ചായൻ ചോദിച്ചാലല്ലാതെ കൊടുക്കരുതെന്ന് പപ്പയോട് ഞാൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. കാരണം ഈ എഴുത്ത് വായിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഇച്ചായൻ എൻ്റെ സ്നേഹത്തെ തിരിച്ചറിയണം, ഒരുപാട് ഇഷ്ടത്തോടെ. ഇച്ചായൻ്റെ മാത്രം അമ്മു. കത്തിൻ്റെ പലയിടത്തും അനന്യയുടെ കണ്ണീർ വീണ് മഷി പടർന്നിരുന്നു. അലക്സ് ആ കത്ത് തൻ്റെ നെഞ്ചിൽ പൊതിഞ്ഞു വെച്ചു. അവൻ അറിയുകയായിരുന്നു തൻ്റെ അമ്മു തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. അവൻ ആ കത്തിലേക്ക് വീണ്ടും മിഴികൾ നട്ടു. വായിച്ചിട്ടും വായിച്ചിട്ടും മതിയാവാത്തതുപോലെ നേരം എങ്ങനെയൊക്കെയോ വെളുപ്പിച്ച് അലക്സ് പള്ളിയിലേക്ക് ചെന്നു. കർത്താവിൻ്റെ തിരുരൂപത്തിലേക്ക് മിഴികൾ നട്ട് പ്രാർത്ഥിക്കുമ്പോൾ അലക്സ് തൻ്റെ പ്രണയത്തെ തന്നിൽ നിന്നൊരിക്കലും പിരിക്കരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അമ്മച്ചിയുടെ കല്ലറയ്ക്കടുത്ത് ചെന്ന് സമ്മതം വാങ്ങിച്ച് അവൻ അവൻ്റെ അമ്മുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു. തൃശ്ശൂരെത്തിയ ആളുകളോട് ചോദിച്ച് അവളുടെ വീടിന് മുന്നിലെത്തിയപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. പടികൾ കയറി അലക്സ് ഓടിട്ട ഒരു വീടിന് മുന്നിലെത്തി. വീടിനുള്ളിലും പുറത്തുമായി കൂടി നിൽക്കുന്ന ആൾക്കാരെ കണ്ട് അലക്സിന് ആകെ ഭയമായി. അവൻ്റെ കണ്ണുകൾ ഉമ്മറത്തെ നിലവിളക്കിന് മുന്നിൽ വെള്ള പുതപ്പിച്ച രൂപത്തിന് നേരെയായി. വിറയ്ക്കുന്ന കാലുകളോടെ അലക്സ് ഉമ്മറത്തേക്ക് കയറി. ഒരു മധ്യവയസ്കനായ മനുഷ്യനായിരുന്നു അത്. അലക്സിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ശരീരത്തിന് മുന്നിൽ മരവിച്ച് പാവകണക്കിയിരിക്കുന്ന തൻ്റെ അമ്മുവിലായിരുന്നു. ഇച്ചായ, എനിക്ക് സ്വന്തമെന്ന് പറയാൻ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നെ എനിക്ക് വേണ്ടിയാ അച്ഛൻ ജീവിച്ചത്. എൻ്റെ ഒരു ആഗ്രഹത്തിനും ഇതുവരെ അച്ഛൻ തടസ്സം നിന്നിട്ടില്ല. ആ അച്ഛൻ്റെ ആശീർവാദത്തോടെ എനിക്കെൻ്റെ ഇച്ചായൻ്റെ പാതിയാകണം എന്നൊരിക്കൽ അനന്യ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അലക്സിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. അവളെ ചെന്നൊന്ന് വാരിപ്പുണരാൻ അലക്സിന് അതിയായ ആഗ്രഹം തോന്നി. കുട്ടി പോയി കുളിച്ചു വരിക. വേറെ മക്കളൊന്നും ഇല്ലാത്തതിനാൽ ആ കുട്ടി തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യട്ടെ. ആരോ പറഞ്ഞത് കേട്ട് അനന്യയുടെ അടുത്തിരുന്ന സ്ത്രീകൾ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചിത കത്തിച്ചു കഴിഞ്ഞിട്ടും കൂടി നിൽക്കുന്ന ആൾക്കാർ ഓരോരുത്തരും പിരിഞ്ഞുപോയി. ബാക്കിയായ ആളുകളെല്ലാം അനന്യയെ ആരേറ്റെടുക്കും എന്ന ചർച്ചയിലായിരുന്നു. എല്ലാവർക്കും അവളൊരു അധികപ്പറ്റാണെന്നത് അലക്സിന് വേദന നൽകി. അവൻ ആരെയും നോക്കാതെ അകത്തേക്ക് കയറി റൂമിൽ തളർന്നിരിക്കുന്ന അനന്യയുടെ അടുത്തേക്ക് ചെന്നു. അലക്സ് വന്നതോ അടുത്തിരുന്നതോ ഒന്നും അനന്യ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ പതിയെ അവളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തൻ്റെ ദേഹത്തോട് ചേർത്ത് പുറത്തേക്കിറങ്ങി. അലക്സിനോട് ചേർന്ന് നടന്നു വരുന്ന അനന്യയെ കണ്ട് ബന്ധുക്കൾ പിറുപിറുത്തു. ചിലർ അലക്സിനോട് തട്ടിക്കയറി. അലക്സ് അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്കിറങ്ങി തിരിഞ്ഞു നിന്ന് എല്ലാവരെയും നോക്കി. ഇനി ഇവളുടെ പേരിലൊരു ചർച്ചയുടെയോ തർക്കത്തിൻ്റെയോ ആവശ്യമില്ല. ഇവളെ ഞാനങ്ങ് കൊണ്ടുപോവുകയാണ് ഈ അലക്സിൻ്റെ പെണ്ണായിട്ട്. ആരും എതിർക്കാൻ നിൽക്കണ്ട. നിന്നാൽ എല്ലാവരുടെയും നേരെ കൈ ചൂണ്ടി പറഞ്ഞ് അലക്സ് അനന്യയെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. അലക്സ് കാറിൻ്റെ ഡോറ് തുറന്ന് അനന്യയുടെ ദേഹത്ത് നിന്ന് കൈയെടുത്തതും ബോധം മറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. പേടിക്കാനൊന്നുമില്ല, BP ലോ ആയതാണ്, കയറി കണ്ടോളൂ. ഡോക്ടർ പറഞ്ഞതും അലക്സ് അനന്യയുടെ അടുത്തേക്ക് ചെന്നു. ബെഡിലിരുന്ന് മുട്ടിൻ മുകളിൽ തലവെച്ച് കരയുകയായിരുന്നു അവൾ.
അലക്സ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവൾ മുഖം ഉയർത്തി നോക്കിയപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന അലക്സിനെ കണ്ടു. അവൾ ഒരു നിമിഷം ആ പൂച്ച കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ തൻ്റെ നോട്ടം മാറ്റി. അമ്മു. അലക്സിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും നിലത്തേക്ക് മിഴിയൂന്നിയിരുന്നു. അമ്മു. എന്തോ പറയാൻ വന്ന അലക്സിനെ അനന്യ കൈ ഉയർത്തി തടഞ്ഞു. അമ്മു അല്ല, അനന്യ. അങ്ങനെ വിളിച്ചാൽ മതി മിസ്റ്റർ അലക്സ്. അനന്യയുടെ വാക്കുകൾ അലക്സിന് വേദന നൽകിയെങ്കിലും അവനത് അർഹിക്കുന്നതായതിനാൽ അവൻ തല താഴ്ത്തി നിന്നു. അമ്മു, ഞാൻ അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ക്ഷമിക്കണം എന്ന് പറയാനേ എനിക്കിപ്പോൾ കഴിയൂ. നന്നായിട്ടുണ്ട് അഭിനയം. ഇനിയും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് എന്തിനാ? എൻ്റെ ശരീരത്തോടുള്ള താല്പര്യം കൊണ്ടാണോ? അതിന് ഇതുപോലെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. അല്ലെങ്കിലും അന്തിക്കൂട്ടിന് കിടക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് പറ്റിയ പണി അതാ, പ്രോസ്റ്റിറ്റ്യൂട്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വേശ്യ. അനന്യ ഒരു കിതപ്പോടെ പറഞ്ഞു നിർത്തിയതും അലക്സ് ദേഷ്യത്തോടെ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. എന്നോടുള്ള ദേഷ്യം തീർക്കാനാണെങ്കിൽ നീ എന്നെ ചീത്ത പറഞ്ഞു. കള്ളുകുടിയനെന്നോ പെണ്ണുപിടിയനെന്നോ തെമ്മാടിയെന്നോ പറഞ്ഞു. അത് കേൾക്കാൻ ഞാൻ അർഹനാണ്. പക്ഷെ എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ കൂടി ഇതുപോലെ വല്ലതും നീ പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളൊരു ഏങ്ങലോടുകൂടി അലക്സിനെ വരിഞ്ഞു മുറുക്കി. ആരുമില്ല ചായ, എനിക്ക്. ഞാൻ ഒറ്റയ്ക്കായി. എൻ്റെ അച്ഛനും എന്നെ വിട്ടുപോയി. മരിക്കാൻ തോന്നിപ്പോവാ. അലക്സ് അനന്യയുടെ മുഖം കൈക്കുമ്പിലെടുത്തു. ആരുമില്ലേ നിനക്ക്? അപ്പോൾ ഞാൻ നിൻ്റെ ആരുമല്ലേ? എന്നെ വിട്ട് നിനക്ക് പോയി മരിക്കണമെങ്കിൽ പൊയ്ക്കോ, ഞാൻ തടയില്ല. പക്ഷെ നിൻ്റെ കൂടെ തന്നെ ഞാനും വരും. മരണത്തിന് പോലും നിന്നെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അനന്യ അലക്സിനെ ഇറുകെ പുണർന്നു. അലക്സ് തിരിച്ചു. അനന്യ അവളുടെ സങ്കടങ്ങളൊക്കെ അലക്സിൻ്റെ നെഞ്ചിൽ പെയ്തൊഴുക്കി. ഇനി ഒരിക്കലും അവളുടെ കണ്ണുകൾ നിറയ്ക്കില്ല എന്ന ഉറപ്പോടുകൂടി അവൻ ആ കണ്ണുനീരിനെ ഏറ്റുവാങ്ങി. അമ്മു, ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അനന്യ എന്താണെന്ന ഭാവത്തിൽ അലക്സിന് നേരെ മിഴികൾ നട്ടു. അലക്സ് പോക്കറ്റിൽ നിന്നും ആ സമ്മാനം എടുത്ത് അവളുടെ വലതു കൈയിലേക്ക് വെച്ചു കൊടുത്തു. അനന്യയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. ഇച്ചായ, അച്ഛൻ? അനന്യ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. എൻ്റെ കൊച്ചിൻ്റെ കണ്ണുകൾ ഇനി നിറയരുത്. നമ്മുടെ അച്ഛൻ്റെ ആത്മാവിന് അത് സഹിക്കില്ല. അലക്സ് അവളുടെ കണ്ണിലൂറിയ മിഴുനീരിനെ തുടച്ചു കൊടുത്തു. അപ്പോൾ എങ്ങനെയാ, പോരുകയല്ലേ എൻ്റെ കൂടെ ഈ അലക്സിൻ്റെ പെണ്ണായിട്ട്? അപ്പച്ചൻ മരുമോൾക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. അനന്യ നാണത്തോടെ തലയാട്ടി. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കിടന്നു. അലക്സ് അവളെ ചേർത്ത് പിടിച്ചു. അലക്സിൻ്റെ കൈ അനന്യയുടെ വലത് കൈയിൽ പൊതിഞ്ഞു പിടിച്ചു. അവരുടെ കൈകൾക്കിടയിലായി അലക്സ് സമ്മാനിച്ച മഞ്ഞച്ചരടിൽ കോർത്ത ആലില താലിയും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.